കോൺഗ്രസ്സിൽ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും വളരെ സെറിമോണിയൽ എക്സിറ്റ് നടന്നിട്ടുള്ളത് കെ സുധാകരൻ്റെ കാര്യത്തിലാണ്. കെ മുരളീധരൻ KPCC പ്രസിഡന്റ് ആവുന്നത് തെന്നല ബാലകൃഷ്ണപിള്ളയെ ഇരുട്ടി വെളുക്കുമ്പോൾ എടുത്ത് മാറ്റിയിട്ടാണ്. അങ്ങനെ ഒരു സാഹചര്യം ഒന്നും ഇപ്പോഴുണ്ടായിട്ടില്ല. മാത്രമല്ല അവിടെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് രാഹുൽ ഗാന്ധി സംസാരിച്ച് അതും എത്ര സ്നേഹത്തോടെയാണെന്ന് കെ സുധാകരൻ തന്നെ പറയുന്നുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹത്തെ അനുഗമിച്ച് ഒക്കെയാണ് അദ്ദേഹത്തെ യാത്രയാക്കുന്നത്. തീർച്ചയായും അത് പുറത്തേക്കുള്ള പോക്കാണ് എന്ന് അദ്ദേഹത്തിന് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് പിന്നെയും ഒപ്പം നിൽക്കുന്ന നേതാക്കൾക്ക് ഒരു അക്കോമഡേഷൻ വേണമല്ലോ. എനിക്ക് തോന്നുന്നു അതായിരിക്കും ഒരു പ്രധാനപ്പെട്ട കാരണം. അദ്ദേഹത്തിനൊപ്പം അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒരു ഗ്രൂപ്പ് പോലെയാണല്ലോ എപ്പോഴും കോൺഗ്രസിൻ്റെ പ്രവർത്തനം ഉണ്ടാകും. ഒരു പ്രധാന നേതാവ് ഉണ്ടാകും, നേതാവിനൊപ്പം കുറച്ച് പേരുണ്ടാകും. അവരെ ഈ നേതാവ് അക്കോമഡേറ്റ് ചെയ്ത് വിവിധ പൊസിഷനുകളിലൊക്കെ ഇരുത്തും. അങ്ങനെ കുറേ നേതാക്കന്മാരുണ്ടായിരുന്നു, നല്ല നേതാക്കന്മാരൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോൾ ലിജുവിനെ പോലെയുള്ള ഒരു നേതാവ്. ഇപ്പോൾ പുനഃസംഘടനയിൽ ലിജുവിൻ്റെ പേര് പരിഗണിക്കപ്പെട്ടിട്ടില്ല ഇതുവരെ. ഇനി അങ്ങോട്ട് എവിടെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്യുമായിരിക്കും. പക്ഷേ ഇതുപോലെയുള്ള കുറേ നേതാക്കളെ ഒപ്പം നിർത്തിയിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തണം. കോൺഗ്രസിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ ആ നേതാവ് ഒന്ന് പരിഭവിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്നവർ ഒന്ന് പരിഭവിച്ചില്ലെങ്കിൽ ആ പുനഃസംഘടനയിൽ പിന്നെ അടുത്ത പുനഃസംഘടനയിൽ ആ ഒപ്പം നിന്നവർ തഴയപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കെ സുധാകരൻ, അതുകൊണ്ടായിരിക്കാം കെ സുധാകരൻ അങ്ങനെ ഒരു കടുംപിടുത്തം പിടിച്ചിരിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷിൻ്റെ കാര്യം എടുത്താൽ, കൊടിക്കുന്നിൽ സുരേഷ് പാർലമെന്റിലെ ഏറ്റവും മുതിർന്ന MP ആണ്. അദ്ദേഹം ആ നിലയ്ക്ക് അദ്ദേഹത്തെ അതുകൂടി നമ്മൾ പാർട്ടി അങ്ങനെ പരിഗണിച്ചു എന്നതുകൂടി നമ്മൾ കാണണം. തീർച്ചയായും കൊടിക്കുന്നിൽ സുരേഷിനെ ആ നിലയ്ക്ക് പരിഗണിച്ചിട്ടുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നത് കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന പന്തള സുധാകരന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ശരിയാണല്ലോ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞതിലൊരു പ്രശ്നമുണ്ട് എന്നുള്ളത്. പക്ഷേ കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നത് കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പേര് പരിഗണിച്ചില്ല എന്നുള്ള ഒരു പ്രശ്നത്തിൽ നിന്നുകൊണ്ടാണ് എങ്കിൽ അതൊരു സുഖകരമായ സംഗതിയായി നമുക്ക് തോന്നുന്നുമില്ല. പിന്നെ മറ്റ് നേതാക്കന്മാരുടെ കാര്യം എടുത്താൽ ഇപ്പോൾ ബെന്നി ബെഹനാൻ അടക്കമുള്ള ആളുകൾ, ആൻ്റണി അടക്കമുള്ള ആളുകൾ പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് കുറച്ച് ഗൗരവമാണ്. കാരണം ഈ പേരുകളെല്ലാം KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൂടി പരിഗണിച്ച പേരുകളാണ്. ഇവരെല്ലാം MP-മാരാണ്, ഈ പേരുകളെല്ലാം പരിഗണിച്ചതാണ്. അവർ പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് ഒരു അപകട സൂചനയാണ്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഡൽഹിയിൽ ഇപ്പോൾ അവർ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വലിയ പ്രശ്നമില്ലാതെ തന്നെ ഈ കാര്യങ്ങൾ പരിഹരിക്കും. കാരണം ഒരു ശക്തമായ രണ്ട് ഗ്രൂപ്പുകളുടെ സ്വഭാവത്തിൽ നിന്നുകൊണ്ടല്ല ഇപ്പോൾ തൽക്കാലം കാര്യങ്ങൾ നടക്കുന്നത്. നേരത്തെ സനീഷിന് ഓർമ്മയുണ്ടാവുമല്ലോ, 10-34 MLA-മാരെയൊക്കെ കൂട്ടിയിട്ട് കെ കരുണാകരൻ ഒരു ഭാഗത്ത് നിൽക്കുന്നു, അപ്പുറത്ത് ഏതാണ്ട് അത്ര തന്നെ MLA-മാരുമായി AK ആൻ്റണി നിൽക്കുന്നു, ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് അവിടെ ആ നിലയ്ക്ക് നിൽക്കുന്നു. ശക്തമായ സംഘർഷം ഉണ്ടാകുന്നു, ഓരോ കാര്യത്തിലും അവസാന നിമിഷം വരെ അനിശ്ചിതത്വം നിലനിൽക്കുന്നു. അങ്ങനെയൊക്കെയാണ് അന്ന് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവരുടെ ഈ നേതൃമാറ്റവും ഈ തീരുമാനങ്ങളും ഒക്കെ എന്തിനാണ്? ഇപ്പോൾ ദീപാദാസ് മുൻഷി വന്ന് സുനിൽ കനകോലു പഠനമൊക്കെ നടത്തി ഈ നേതൃമാറ്റം നടത്തുന്നത് തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇനി നടക്കാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും വിജയങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതിനെത്രത്തോളം പ്രാപ്തമാണ് ഈ തെരഞ്ഞെടുപ്പ്, ഈ പുനഃസംഘടന എന്നുള്ള ചോദ്യം വേറെയായി നിലനിൽക്കുകയാണ്.